നിന്റെ പേര് മമ്മൂട്ടി എന്നാണ്. മുഹമ്മദ് കുട്ടിയേക്കാളും അരോചകമാണ് അന്നത്തെ. കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടി എന്ന് വിളിച്ചാണ്. ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിന്റെ ഒരു അസ്കിത ഉണ്ടല്ലോ, ഒരു വല്ലാതെ പഴഞ്ഞം പേരാണ് എന്ന് തോന്നി എനിക്ക്. പഴഞ്ഞം പേരെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരു ആൾക്കാരൊക്കെ ഇല്ലേ, പ്രായമുള്ള ആൾക്കാർ. എന്റെ ഉപ്പാപ്പയുടെ പേരാണ്, ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഉപ്പര് മരിച്ചുപോയി എന്റെ ഓർമ്മയ്ക്കുണ്ട്. അപ്പൊ അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് എനിക്കിട്ട് കഴിഞ്ഞാൽ ഒരു അരോചകം ഞാൻ ആലോചിച്ചു. അപ്പൊ കോളേജ് കയറി മാരേജ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നപ്പോ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാൻ അങ്ങോട്ട് ഒളിപ്പിച്ചു. അവന് ആ പേര് അപ്പാടെ ഞാനതങ്ങ് മറച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ നമ്മുടെ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡ് ഉണ്ട് കോളേജിൽ, ഓർമ്മയില്ലേ? ഈ ഐഡന്റിറ്റി കാർഡ് ഒരുത്തന്റെ എന്റെ വീണ് കിട്ടിയപ്പോ എന്റെ പേര് ഇങ്ങനെ മുഹമ്മദ് കുട്ടി എന്നാണ്. നിന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അങ്ങനെ എന്റെ പേര് മമ്മൂട്ടിയായത്. അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു. എന്നെ അവർ പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാണ്, അവനിപ്പോ എവിടെയാണോ. അപ്പൊ അവൻ പാറ്റേൺ ടൂലാണ് പഠിക്കുന്നത്, ഞാൻ BA ഡിഗ്രി. അതിനുശേഷം ഞാൻ മമ്മൂട്ടിയായി. അത് ഈ മുഹമ്മദ് കുട്ടിയേക്കാളും അരോചകമാണ് അന്നത്തെ. കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടി എന്ന് വിളിച്ചാണ്. പക്ഷെ ആ മമ്മൂട്ടിയാണ് പിന്നീട് ഈ മമ്മൂട്ടി ആയത്. പക്ഷെ സിനിമയിൽ വരുമ്പോ ഈ മമ്മൂട്ടി എന്നുള്ള ഈ പേരിന്റെ എനിക്ക് തോന്നിയത് ഡയറക്ടർ PG വിശ്വംഭരൻ തോന്നി. പുള്ളി പറഞ്ഞു ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് ശരിയാണോ, അപ്പൊ നമുക്ക് പേര് ഒരെണ്ണം നിർദ്ദേശിച്ചാൽ മതി, വേറെ പുതിയ പേരിടാമെന്ന് ചോദിച്ചു. അപ്പൊ പടത്തിന് നല്ല വേഷമാണ്, പേരിന് വേഷം പിടിച്ചാൽ ഈ വേഷം പോകുമോ? അത്ര വലിയൊരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം ഒന്നും ആയിട്ടില്ല നമുക്കൊന്നും. ഒന്നും മിണ്ടിയില്ല ഞാൻ. പക്ഷെ പരസ്യങ്ങളിൽ പേര് വന്നു. പക്ഷെ അതിനു മുമ്പ് വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ് മേളയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെന്ന്. അല്ലാതെ ഇനിയിപ്പോ പുതിയൊരു പേര് വന്നാലും എനിക്കറിയാം ഇത് വലിയ കാലം നിൽക്കാൻ പോകുന്നത്. ഇവര് പരസ്യങ്ങളിൽ സജിൻ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന് എഴുതി. മനസ്സിലായി? സജിൻ. ഇങ്ങനെ ഒരു പേര് ഞങ്ങൾ ചിലപ്പോ ഒന്ന് മാറ്റം പറഞ്ഞു. പേര് മാറ്റിട്ട് പടത്തിൽ വേഷം കിട്ടിയാൽ മതി, പിന്നെ നമ്മൾ ആളാകുമ്പോൾ മാറ്റല്ലോ. പക്ഷെ അവരങ്ങനെ ആ പേരിന് വലിയ ഒരു സ്ട്രെസ് കൊടുത്തില്ല. പരസ്യത്തിൽ സജിൻ, ബ്രാക്കറ്റിൽ മമ്മൂട്ടി. അതെന്താണ്? അപ്പൊ ആൾക്കാർ ആ സജിൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. പടം ഇറങ്ങുന്നതിന് മുമ്പേ മമ്മൂട്ടി ആയിരുന്നു.